നമസ്കാരം. എഥനോൾ പെട്രോൾ ഉപയോഗിച്ചത് കാരണം വാഹനത്തിന് തകരാറുണ്ടായെന്ന പരാതിയിൽ ഉപഭോക്താവിന് അനുകൂലമായി വിധി. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണ് പരാതിക്കാരന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചത്. വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിക്കും ഡീലർക്കുമാണ് കോടതിയുടെ നിർദ്ദേശം. പുതിയ വാഹനം നൽകിയില്ലെങ്കിൽ 45 ദിവസത്തിനകം മാനസിക പ്രയാസമുണ്ടാക്കിയതിനടക്കം 21,60,000 രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. കോടതി ചെലവുകൾക്ക് 10,000 രൂപയും നൽകാൻ നിർദ്ദേശം നൽകി. 45 ദിവസത്തിനകം തുക നൽകണം. റായ്പൂരിലെ ഡോക്ടർ പ്രേംരാജ് ദേവ്ദ എന്നയാളാണ് പരാതി നൽകിയത്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് രാജ്യത്തുണ്ടാകുന്ന ആദ്യത്തെ സുപ്രധാന വിധിയാണിത്. E20 പെട്രോൾ ഉപയോഗിച്ചത് കാരണം വാഹനത്തിന് തുടർച്ചയായി എഞ്ചിൻ തകരാറുകളും ഇന്ധനക്ഷമതയിൽ കുറവും ഉണ്ടെന്നായിരുന്നു പരാതിക്കാരന്റെ ആരോപണം. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് പരാതിയിൽ ഉപഭോക്തൃ കമ്മീഷൻ രാജ്യത്ത് പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ ഉത്തരവാണിതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. E20 പെട്രോൾ ഉപയോഗിച്ചത് കാരണം ആവർത്തിച്ച് അറ്റകുറ്റപ്പണി ചെയ്തിട്ടും തകരാറുകൾ തീരുന്നില്ലെന്നും പരാതിക്കാരൻ പറഞ്ഞിരുന്നു. എന്നാൽ വാഹന നിർമ്മാതാവും ഡീലറും പരാതിക്കാരന്റെ വാദങ്ങളെ എതിർത്തു. പ്രസ്തുത മോഡൽ വാഹനം E20 പെട്രോളിന് അനുയോജ്യമാണെന്നതായിരുന്നു ഇവരുടെ വാദം. സാധാരണയായ തേയ്മാനം, സർവീസ് പ്രശ്നങ്ങൾ എന്നിവയാകാം ഇത്തരം തകരാറുകൾക്ക് കാരണമെന്നും ഇവർ വാദിച്ചു. എന്നാൽ കമ്മീഷൻ ഈ വാദങ്ങൾ അംഗീകരിച്ചില്ല. ആവർത്തിച്ചുള്ള അറ്റകുറ്റപ്പണികൾക്ക് ശേഷവും തകരാറുകൾ തുടരുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെന്ന പരാതിക്കാരന്റെ വാദത്തെ സാധൂകരിക്കുന്നതാണെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. നിലവിലെ സാഹചര്യത്തിൽ E20 പെട്രോളാണ് പമ്പുകളിൽ ലഭിക്കുന്നത്. അതിനാൽ ഉപഭോക്താക്കൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. തുടർന്നാണ് അറ്റകുറ്റപ്പണികൾക്ക് ചെലവായ തുകയും നഷ്ടപരിഹാരവും നൽകാൻ കമ്മീഷൻ വിധിച്ചത്. നിശ്ചിത സമയത്തിനുള്ളിൽ പണം നൽകിയില്ലെങ്കിൽ പലിശ സഹിതം നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തകരാറിലായ വാഹനം തിരികെ സ്വീകരിക്കാനോ അതിനു പകരം E20 ഇന്ധനവുമായി പൊരുത്തപ്പെടുന്ന പുതിയ മോഡൽ നൽകാനോ വിസമ്മതിച്ചതോടെ മാരുതി സുസുക്കിയും ഡീലറും സേവനത്തിൽ വീഴ്ച വരുത്തിയെന്നും അനുചിതമായ വ്യാപാര രീതിയാണ് പിന്തുടർന്നതെന്നും ജൂലൈ 14 കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. പരാതി പ്രകാരം 2024 ജൂണിലാണ് ഡോക്ടർ പ്രേംരാജ് ദേബ്ദ മാരുതി സുസുക്കിയുടെ അംഗീകൃത ഡീലറായ നെക്സ മാഗ്നറ്റോയിൽ നിന്ന് ഉയർന്ന മോഡലായ മാരുതി ഗ്രാൻഡ് വിറ്റാര വാങ്ങിയത്. ഇൻഷുറൻസും RTO ചാർജുകളും ഉൾപ്പെടെ 20.5 ലക്ഷം രൂപയാണ് അദ്ദേഹം വാഹനത്തിനായി ചെലവാക്കിയത്. വാഹനം നിർമ്മിച്ചത് 2023 ജനുവരിയിലാണെന്നും വിറ്റഴിച്ചത് 2024 ജൂണിലാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. വാഹനം E20 ഇന്ധനവുമായി ആവശ്യത്തിന് പൊരുത്തപ്പെടുന്നതല്ലെന്ന പരാതിക്കാരന്റെ വാദം കമ്മീഷൻ അംഗീകരിക്കുകയും ഇന്ധന ടാങ്ക് പലതവണ വൃത്തിയാക്കുകയും മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിട്ടും തകരാറുകൾ തുടരുകയായിരുന്നുവെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. അതേസമയം ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് മാരുതി സുസുക്കിയുടെ തീരുമാനം. വാഹനം പൂർണ്ണമായി E20 ഇന്ധന സൗഹൃദമാണെന്നും ഉത്തരവിനെതിരെ ഉയർന്ന ഫോറത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കമ്പനി വ്യാഴാഴ്ച അറിയിച്ചു. പുതിയ കാർ വാങ്ങി ഏകദേശം 22,000 കിലോമീറ്റർ പിന്നിട്ടതോടെയാണ് കംപ്ലൈന്റുകൾ കാണിച്ചു തുടങ്ങിയത്. വാർണിംഗ് ലൈറ്റുകൾ തെളിയുക, എഞ്ചിൻ ഓഫ് ആകുക തുടങ്ങിയ തകരാറുകളായിരുന്നു കാരണം. പലതവണ സർവീസ് നടത്തിയിട്ടും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. തുടർന്നാണ് ഡോക്ടർ പ്രേംജിത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോയത്. രാജ്യം എഥനോൾ മിശ്രിത ഇന്ധന പദ്ധതി നടപ്പിലാക്കിയ ശേഷമാണ് വാഹനം വിറ്റതെങ്കിലും ഇത് E20 ഇന്ധനവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നായിരുന്നു കമ്മീഷന്റെ നിരീക്ഷണം. വിപണിയിൽ E20 പെട്രോൾ സാധാരണമായി കഴിഞ്ഞു. ഉപഭോക്താക്കൾക്ക് ഈ ഇന്ധനം ഉപയോഗിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇന്ധനവുമായിട്ടുള്ള പൊരുത്തക്കേടുകളുടെ പ്രത്യാഘാതം അനുഭവിക്കാൻ ഉപഭോക്താവ് ബാധ്യസ്ഥനല്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. വാഹനം E20 സൗഹൃദമാണെന്ന കാര്യം ഓണേഴ്സ് മാനുവലിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു കമ്പനിയുടെ വാദം. രാജ്യത്ത് എഥനോൾ മിശ്രിത ഇന്ധനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാഹന നിർമ്മാതാക്കളുടെ ബാധ്യതയും ഉപഭോക്തൃ അവകാശങ്ങളും സംബന്ധിച്ച് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നത് കൂടിയാണ് ഈ കേസ്.